നമ്മൾ വീട് പണിയുന്ന സമയത്ത് പല രീതിയിലുള്ള മരങ്ങളും അതുപോലെ പല മെറ്റീരിയൽസുകളും യൂസ് ചെയ്തിട്ട് ജനലുകൾ സെറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഇപ്പോൾ പെയിൻ്റ് അടിക്കാത്ത ഒരുപാട് വസ്തുക്കൾ വരുന്നുണ്ട്. അലുമിനിയം, PVC അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നുണ്ട്. പക്ഷേ പെയിൻ്റ് അടിക്കുന്ന സംഭവങ്ങൾ വരുന്നത് നമ്മളിപ്പോൾ ഇരുമ്പിൽ, കോൺക്രീറ്റിൽ, അതല്ലെങ്കിൽ തേക്കല്ലാത്ത ചില ഡാർക്ക് മരങ്ങളിലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ്റ് അടിച്ച് വരയ്ക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ അതിലൊക്കെ പെയിൻ്റ് അടിച്ച് വരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് അതൊന്നും പോളിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇരുമ്പ് നാച്ചുറലായിട്ട് പോളിഷ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തേക്കിൻ്റെയോ മരത്തിൻ്റെയോ ഫീലിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കണം. എന്തായാലും ഏതെങ്കിലും ഒരു കളർ പെയിൻ്റ് അടിക്കണം. അപ്പോൾ ചില ആളുകൾ തേക്കിൻ്റെ കളർ അടിക്കും. അപ്പോൾ അതിൽ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കും. വരയ്ക്കുമ്പോൾ അതൊരു വുഡിൻ്റെ പോലെയാവും. അപ്പോൾ അവർക്ക് സന്തോഷമാവും. അവരുടെ വീട്ടിൽ തേക്ക് പോലെ തോന്നി, ഇരുമ്പിനെ തേക്ക് പോലെ തോന്നി എന്നുള്ളൊരു, നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഓരോരുത്തരുടെയും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും വ്യത്യസ്തമാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമല്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ജോലിയും. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് നല്ലതാണോ എന്ന് നോക്കുക. നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്ത ആൾക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക. അത്ര മാത്രമേ നമ്മളൊരു വർക്കിൽ നോക്കേണ്ട കാര്യമുള്ളൂ. വഴിയെ പോകുന്നവനെ മുഴുവൻ വിളിച്ച് ഇത് നന്നായിട്ടുണ്ടോ എന്ന് നമ്മളൊരു വീട് പണിയുമ്പോഴും റോഡിൽ കൂടെ പോകുന്നവരെ വിളിച്ച് ചോദിക്കാറില്ല. കാരണം അതിൻ്റെ ആവശ്യം നമുക്കുമില്ല, ആ വീട്ടുകാരനുമില്ല. അതാണ് നമ്മളെ ഇന്നും ഈ ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എത്ര വർക്ക് ചെയ്താലും അതിനെന്തെങ്കിലും കുറ്റം പറയാനായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാം തികഞ്ഞവരാണ് എന്ന് സ്വയം കരുതി നടക്കുന്ന ആളുകൾ. അപ്പോൾ അവരെ നന്നാക്കലല്ല നമ്മുടെ ജോലി നന്നാക്കലാണ്. അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. നമ്മളെന്ത് വർക്ക് ചെയ്യുന്നു അത് നന്നാക്കുക. അതിന് പലരും കുറ്റം പറയും, ചിലർ നല്ലത് പറയും. കൂടുതലും നല്ലത് പറയുന്നവരായിരിക്കും ഉണ്ടാവുക. കുറ്റം പറയുന്നവർ വളരെ അപൂർവമേ ഉണ്ടാവുള്ളൂ. ഒരു മരത്തിലെ ഉണങ്ങിയ ഇല പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊഴിഞ്ഞു പോവും. അത്രയും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലിടുന്ന ആളുകളെ കരുതാറുള്ളൂ. നെഗറ്റീവ് നമുക്ക് അത്രയും വരാറുള്ളൂ. ബാക്കിയെല്ലാം നല്ല കമൻറ്റുകൾ തന്നെയാണ് നമുക്ക് ആളുകൾ ചെയ്യാറുള്ളത്. പിന്നെ നമ്മളിപ്പോൾ സാധാരണയായിട്ട് ജനലിൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡോറിൻ്റെ ബാക്ക് സൈഡൊക്കെ സ്ട്രൈറ്റ് ലൈനുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ വീടുകൾക്കും കർട്ടൻ ഇടാറുണ്ട് ജനലിന്. പണ്ട് കാലത്ത് കുറവായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കർട്ടനൊക്കെ വില കുറഞ്ഞത് വാങ്ങിച്ചിടാൻ സാധാരണക്കാരനെ കൊണ്ടും പറ്റാറുണ്ട്. ഇപ്പോൾ ജനലിന് ഡോറ് വെച്ചിട്ടില്ലെങ്കിൽ പോലും കർട്ടൻ വയ്ക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനലിൻ്റെ ബാക്ക് സൈഡിൽ വലിയ രീതിയിലുള്ള ചിത്രപ്പണിയുടെ ആവശ്യമൊന്നും വരാറില്ല. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു പീസിലൊക്കെ ഡിസൈൻ വരയ്ക്കേണ്ട കാര്യം ഇപ്പോൾ സാധാരണ വരാറുള്ളൂ. പിന്നെ അതിൻ്റെ ഫ്രെയിം, ജനലിൻ്റെ ഫ്രെയിമിൽ കൂടുതലായിട്ടും ലൈൻസ് തന്നെയാണ് കൊടുക്കാറ്. നമ്മൾ ജനലിൽ ചെറിയ ഡിസൈൻ കൊടുക്കുമ്പോൾ ഫ്രെയിമിലും ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അഴിച്ചെടുത്തിട്ടൊക്കെയാണ് ജനൽ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഏത് ഭാഗത്ത് വരുന്നതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ മൊത്തം വരച്ച് വരുമ്പോൾ ചിലപ്പോൾ എല്ലാം വരച്ചതും ഒരു സ്ഥലത്ത് വരും, വരയില്ലാത്തതൊക്കെ വേറൊരു സ്ഥലത്ത് വരും. അപ്പോൾ അതില്ലാതാവാനായിട്ട് നമ്മൾ ജനലിൽ ഒരു സൈഡിൽ ഡിസൈൻ വരയ്ക്കും, ബാക്കിയുള്ള സൈഡിൽ ലൈൻസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിയിൽ തന്നെ ചിലപ്പോൾ ഇരിക്കും. പിന്നെ നമ്മളിതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ വലിയ ബ്രഷ് കൊണ്ട് വരച്ചാലും ചെറിയ ബ്രഷ് കൊണ്ട് വരച്ചാലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ബ്രഷ് കൊണ്ട് വരയ്ക്കുമ്പോൾ ഉള്ളിലെ യെല്ലോ കളർ ബേസ് ആണെങ്കിൽ അത് പുറത്തോട്ട് കണ്ട് ചെറിയ വരകൾ മാത്രം കൊടുത്ത് നമുക്ക് അധികം ഡാർക്കൊന്നും ഇല്ലാതെ ആദ്യമായിട്ടൊക്കെ വരച്ച് പഠിക്കുന്ന ആളുകൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റും. വലിയ ബ്രഷ് കൊണ്ടാകുമ്പോൾ നമ്മളെടുക്കുന്ന കളറ് ഓരോ ആളുകളുടെയും ബ്രഷിൻ്റെ രീതിക്കനുസരിച്ച് കൂടാനും കുറയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചെറുതുകൊണ്ട് ചെയ്യുമ്പോൾ സമയം കൂടുതലായിരിക്കും, വലിയ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ ഒറ്റ വലിയിൽ പരിപാടി കഴിയും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വർക്കിലുണ്ട്.